വെൽക്കം ടു ചന്ദ്രുസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു നാടൻ കറിയാണ്. കടച്ചക്കയും ചെമ്മീനും കൂടെ തേങ്ങ വറുത്തരച്ച കറി, അല്ലെങ്കിൽ കടച്ചക്ക ചെമ്മീൻ തീയൽ. കടച്ചക്ക ചീമച്ചക്ക എന്ന് പറയും. വളരെ ടേസ്റ്റിയായൊരു കറിയാണ്. നമുക്കിതിൻ്റെ റെസിപ്പി നോക്കാം. കടച്ചക്ക ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 250 ഗ്രാം. ചെമ്മീൻ ഒരു 150 ഗ്രാം. അവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇടാം. കടച്ചക്ക ഇട്ട് ചെമ്മീൻ ഇട്ട് ഒരു 3-4 പച്ചമുളക് സ്ലൈസ് ചെയ്തിട്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വെള്ളം ആവശ്യത്തിന്. ഇതിൻ്റെ മീതെ നിൽക്കുന്നവരെ വെള്ളം ഒഴിക്കുക. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. വേവട്ടെ. ഇനി ഇതിൻ്റെ വറുത്തരപ്പനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പറയാം. അപ്പോൾ ഇവിടെ ഞാൻ തേങ്ങ ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അല്പം കറിവേപ്പില, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഗ്രാമ്പു, 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു ചെറിയ പീസ് തക്കോല. പൊടികൾ: 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അത് നമ്മുടെ ചക്കയും ചെമ്മീനും വെന്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-15 മിനിറ്റ് മതി. ചക്കയുടെ വേവ് അനുസരിച്ചിരിക്കും. ഇനി നമുക്കിത് ഒന്ന് വറുത്തെടുക്കാം. വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട, വെറുതെ വറുത്താൽ മതി. ആദ്യം നമുക്ക് നാളികേരം ഈ മസാല ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒരു ബ്രൗൺ നിറമാകുമ്പോൾ പൊടികൾ ചേർക്കാം. ലോ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് ഒന്ന് പൊടികൾ റോസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഈ നിറമാകുമ്പോഴേക്കും ഫ്ലെയിം ലോ ആക്കി നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യാം. അതിനുശേഷം നന്നായി തണുത്തതിന് ശേഷം നമുക്ക് മിക്സി ജാറിലിട്ട് അരച്ചെടുക്കാം. മിക്സി ജാറിലിട്ട് അരക്കുമ്പോൾ ആദ്യം ഒന്ന് ഡ്രൈ ആയിട്ട് തന്നെ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം പിന്നെ അല്പം കൂടെ വെള്ളം ഒഴിക്കുന്നത് നല്ല പേസ്റ്റായിട്ട് അരഞ്ഞു വരും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. ഞാനിപ്പോൾ നമ്മൾ വറുത്തത് മിക്സി ജാറിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലൊരു കാര്യം വിട്ടുപോയി. നമ്മൾ ആ തേങ്ങ വറക്കുമ്പോൾ അതിൽ ഒരല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർക്കേണ്ടതായിരുന്നു. കുഴപ്പമില്ല. അതിന് പകരം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ഞാനിതിലേക്ക് ഇട്ടിട്ട് അരയ്ക്കാൻ പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒന്ന് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം അല്പം കൂടി വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നല്ല പേസ്റ്റായി കിട്ടും. ഞാൻ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടച്ചക്കയും ചെമ്മീനും കൂടെ വേവാനായിട്ട് 10-15 കടച്ചക്കയുടെ വേവ് അനുസരിച്ചിരിക്കും. ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം.
ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഈ അരപ്പ് റെഡിയാക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കടച്ചക്ക ഉടഞ്ഞു പോകരുത്, അധികം വെന്ത് പോകരുത് കടച്ചക്ക. ആദ്യം ഉപ്പ് ചേർത്തതാണ്, അപ്പം അത് നോക്കിയിട്ട് പോരാത്ത ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിടാം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് മൂടി തുറന്ന് ഒരു 3-4 മിനിറ്റ് കൂടെ ബോയിൽ ചെയ്യുക. നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം അല്പം കുറച്ചിട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ടോപ്പ് തുറന്ന് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ ഒരു അല്പനേരം കൂടെ അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തിരിഞ്ഞ് വരും. നമ്മുടെ കറി അല്ല എണ്ണയൊക്കെ തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ വറുത്തരത്തിൻ്റെ എണ്ണയൊക്കെ തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചിടാം. താളിക്കാനായിട്ട് ഇവിടെ ഞാൻ കടുക്, കറിവേപ്പില, വറ്റൽമുളക്. ഒരു കാര്യം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കോട്ടെ, നമ്മൾ വറുത്തരക്കാൻ അരപ്പെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഒരു കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഞാനത് മറന്നു പോയതുകൊണ്ടാണ് ആ പേസ്റ്റ് ഇട്ടത്. ഇനി നമുക്കതിലേക്ക് താളിച്ചെടുക്കാം. താളിക്കാനായിട്ട് ഞാനിവിടെ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി. ഈ കടുകിടാം. കടുക് കൂട്ടുന്നുണ്ട്. ഇനി വറ്റൽമുളക് 2-3 കീറിയിട്ട് കൊടുക്കാം. കറിവേപ്പില, നമുക്ക് ഈ താളിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി ഞാനിപ്പോൾ ഓഫാക്കി ഇരിക്കുകയാണ്. നമ്മുടെ ടേസ്റ്റി കടച്ചക്ക ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമ്മളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റി ആയൊരു കറിയാണത്. അത് കടച്ചക്ക ചെമ്മീൻ വറുത്തരച്ച കറി അല്ലെങ്കിൽ തീയൽ എന്നും പറയും. ചോറിൻ്റെ കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷനാണത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.